ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അഡ്വഞ്ചർ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ഇവന് കാടും പൊന്തിയും മലയൊക്കെ തന്നെ എടുക്കാനുള്ളൂ എന്ന്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാണ് ഗൈസ്, ഞാൻ അവിടെ പഠിക്കുന്ന ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇവിടെ ഇതൊക്കെ തന്നെ എടുക്കാനുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടന്റ് ആക്കിയിടും. അതെ ഗൈസ്, കണ്ടന്റ് ആക്കിയിടും. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാണല്ലേ ഗൈസ്. ആഹാ, എന്ത് നല്ല മനോഹരമായ വൈകുന്നേരം. അതെ ഗൈസ്, അങ്ങനെ ഒരു വൈകുന്നേരത്താണ് എന്റെ എല്ലാത്ത ബുദ്ധിയിലൊരു തോന്നലോ. നമുക്ക് എങ്ങോട്ടിലേക്ക് ഒന്ന് പോയാലോ? അതൊരു വ്യൂ പോയിന്റ് ആണെങ്കിൽ അത്രയും നല്ലത്. അത് പൊളിക്കും. പിന്നെ നോക്കിയാ പിന്നെ ചക്കന്മാരെ കൂട്ടി വിട്ടു. അല്ലെങ്കിൽ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ നല്ല കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. ഇനി നമ്മൾ പോണ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. നമ്മൾ പോണ വ്യൂ പോയിന്റ് പേരാണ് ഗൈസ് ചൊക്ലി വ്യൂ പോയിന്റ്. ചൊക്ലി എന്നിട്ട് പേര് ഏറ്റവും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അടിപൊളിയെന്നൊക്കെ പറയുന്നത്. നമ്മുടെ ചക്കന്മാരൊക്കെ പോയൊക്കെയുണ്ട്, നമ്മളിതുവരെ പോയിക്കില്ല. അങ്ങനെ നമ്മളെല്ലാം കിടിലം വ്യൂസ് ഒക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒരു സംഭവം കണ്ടത്. ഗൈസ് നമ്മളൊരു സംഭവം കണ്ടു ഗൈസ്. അതുണ്ടോ നല്ല സംഭവം. കാട്ടു തീയാണോ അതിൽ പോയി കാടിൽ തീ ഇട്ടതാണോ ആർക്കറിയില്ല. നല്ല കത്തലത്തുണ്ട് അവിടെ സ്ഥിരമുള്ളത്. നമ്മുടെ കോളേജിന്റെ അവിടെയും കത്തിണ്ട് 2 ദിവസം മുമ്പ്. സമയം ഇപ്പൊ ഏകദേശം 5:30 കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഇറങ്ങിയത് 5 മണിക്കാണ്. പക്ഷെ അവിടെ പിന്നെ ഇങ്ങനെ എൻട്രൻസിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും കയറി ചെല്ലാൻ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ശ്രദ്ധ നമ്മളിതുവരെ പോയില്ല. നമ്മുടെ ചെക്കന്മാര് ഹോസ്റ്റലിൽ കുറെ ചെക്കന്മാർ പോയിട്ടുണ്ടെങ്കിലും നമ്മളിതുവരെ പോയില്ല ഗൈസ്. പിന്നെ ഇവിടെ അടുത്തുള്ള വേറെ സ്ഥലമാണ് മൈക്രോവേവ് നമ്മൾ പോയിട്ട് വീഡിയോ ഇട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ആ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നുകൂടി അടിപൊളിയായിട്ട് ലോങ് വീഡിയോയിൽ വരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ കാണാം. ഓക്കെ, നമ്മൾ പോണ വഴിക്ക് വേറെ സ്ഥലം കാണാണ്ട് ഗൈസ്. ഇവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്, എന്താ അറിയില്ല. ക്യാമറ ഒക്കെ ഉണ്ട് ഗൈസ്. കണ്ടോ? ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മൾ മൈക്രോവേവ് ആണ് ഗൈസ് നിന്ന് കത്തുന്നത്. എന്താ കാരണം എന്നറിയില്ല, നല്ല കത്തില. നമ്മൾ പോണ വഴിക്കുള്ള ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് ഗൈസ് മൂന്നാർ വാലി വ്യൂ പോയിന്റ്. ഇതാണ് ഗൈസ് മൂന്നാർ വാലി വ്യൂ. ഇതന്നെ കിടിലം വ്യൂ പോയിന്റ് ആണ് ഗൈസ്. കാരണം അവിടെ വൈകിട്ടൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ്. നമ്മളിടയ്ക്ക് അവിടെ പോയിരിക്കലുണ്ട്. നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തുന്നൊന്നുമില്ല ഗൈസ്. നമ്മളിങ്ങനെ തങ്ങി പോവാണെങ്കിൽ അവിടെ എത്തുമ്പോൾ വൈകുന്നേരം. ഇനി വേറെ ഒന്നുമില്ല, ഇനി ഫൈനൽ ഡെസ്റ്റിനേഷൻ ചൊക്ലി വ്യൂ പോയിന്റ്. അത്രേ ഉള്ളൂ. പറഞ്ഞു നാവിടത്തില്ല. അപ്പേക്കിനും തങ്ങണി 2 അതിൽ കയറി പോണു. കുറച്ചൊരു ഉത്തരവാദിത്തമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തില്. അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പോണ വഴിയാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. ചെറിയൊരു പ്രശ്നം, നമുക്ക് വഴി ചെറുതായിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ അറിയണ പോലെ പോകും തോന്നുന്നു. ഇതില് നമുക്ക് ഇവിടെ ഒരു ചെറിയ വഴി പോലെ കാണുന്നുണ്ട്. വഴി തന്നെ തോന്നുന്നുണ്ട്, ഉറപ്പൊന്നുമില്ല ഗൈസ്. ആയാ മതി. അയ്യോ നായ. അല്ലെങ്കിൽ നായനൊന്നും കണ്ട പേടിക്കാൻ പാടില്ല ഗൈസ്. നീ കെട്ടിട്ടില്ലേ? നമ്മളെത്തിയിട്ടില്ല. നമ്മളെ പോണ വഴിക്ക് ഒരു കിടിലം വ്യൂ ഉണ്ട് ഗൈസ്. കാണിച്ചു കൊടുക്കും, അടികൊടുത്ത്. ആ കാണുന്ന ഡാമാണ് ഗൈസ് ചെറുതോണി ഡാം. നമുക്ക് ഈ ഡാം പല സ്ഥലത്തു നിന്ന് കാണണമെങ്കിലും ഇവിടുന്ന് കറക്റ്റ് വ്യൂ ആണ് ഗൈസ്. ഏകദേശം ഇതിന് മുകളിലായിട്ട് വരും ഗൈസ് നമ്മളെ ചൊക്ലി വ്യൂ പോയിന്റ്. ഇതാണ് ഗൈസ് ഹാദി സീന, കൂട്ടത്തിലെ കൊമ്പൻ. പുള്ളിക്കാരന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളവിടുന്ന് പോകുന്നിട്ട് ഏകദേശം അരമണിക്കൂർ. ഇയാൾ ഇവിടുന്നൊക്കെ ചെടി കണ്ടിട്ടുണ്ടോ, അവിടുന്നൊക്കെ ഓരോ കായ എടുത്ത് നിന്നിട്ടുണ്ട്. പൂർവികന്മാരുടെ പാരമ്പര്യം തുടരുന്ന കൂട്ടത്തിൽ ഒരേ ഒരു വ്യക്തി. ഹോസ്റ്റലിൽ നമുക്ക് കാണാം ബാക്കി എന്താവുന്നു. അല്ലെങ്കിൽ നാളെ അറിയാം റിസൾട്ട്. മോട്ടറാക്കിയവൻ എന്തും ചെയ്യും ഗൈസ്. കൂട്ടത്തിൽ കൂടെ വേറെ ഒരുത്തനും. അല്ല ഇങ്ങനെയുള്ള എല്ലാവരും ആണല്ലോ നല്ല നമ്മളെ യാത്ര പൂർത്തിയാവുള്ളൂ. ഇവിടെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അത്യാവശ്യം ദൂരമുണ്ട് ഗൈസ്. അപ്പൊ സാധ്യതയ്ക്ക് നമ്മൾ നിൽക്കണില്ല, വെറുതെ റിസ്ക് എടുക്കണേ. അങ്ങനെ നമ്മൾ ഏകദേശം മല്ലിക്കെട്ടി മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. കയറ്റം എന്ന് പറഞ്ഞപ്പോ ചെറിയ കയറ്റം നമ്മൾ പ്രതീക്ഷിച്ചത് ഒരുമാതിരി ചതിയായി പോയി ഗൈസ്. ഇനിയാണ് ശരിക്കും അഡ്വഞ്ചർ തുടങ്ങാൻ പറഞ്ഞത്. അഡ്വഞ്ചർ ചെയ്യുന്നില്ല, ഞാൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞു ഗൈസ്. കണ്ടോ, ഇനി ഫുള്ള് കാടിലൂടെയുള്ള യാത്രയാണ്. വാട്ട് എ വ്യൂ ഗൈസ്. നമ്മളങ്ങനെ നടന്ന് ചൊക്ലിയിലെത്തി. ഇവിടുത്തെ വ്യൂ നോക്ക് ഗൈസ്, കിടിലം വ്യൂ. ഉണ്ടോ അറിയില്ല കേട്ടോ. അതെ, ഇതിന്റെ മുകളിലേക്ക് ഉണ്ടോ അറിയില്ല. ഉണ്ടെങ്കിൽ എന്താ ഇവിടെ മൊത്തം ഇത് നോക്ക് ഗൈസ്, സംഭവം കിടിലൻ സ്ഥലം. സംഭവം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും കൊള്ളാം. ഇതാണ് ഗൈസ് ചൊക്ലി. പേരിലൊക്കെ എന്തിരിക്കുന്നു മനസ്സിലാക്കിയ നിമിഷം ഗൈസ്. ചാടിയോ അങ്ങേർക്ക് വലിയ ആള്. ഇനിയിപ്പോ റിയൽ തോണ്ടൽ മത്സരം ഉണ്ട്. അപ്പളേ കയറിയുള്ളൂ. പുള്ളിക്കാരൻ്റെ അത് കോമ്പറ്റീഷൻ ഇല്ലാത്തോണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. അതാ ഭയങ്കർക്ക് നമ്മൾ അവിടുന്ന് കണ്ട കാട്ടുതീ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് ഗൈസ്. അവിടെ നല്ല കത്തിലത്തുണ്ട് ഗൈസ്. എന്താണെന്തോ എനിക്ക് തോന്നണതേ, ഇത് സംഭവം കത്താൻ വഴിയില്ല. ഇനി അഥവാ ആരും തീയിട്ടാണ് സംശയം. കുറച്ച് നേരത്തെ കാരണം വെച്ചാൽ ഇനി അഥവാ ഇത് ഇപ്പൊ പുല്ല് വല്ലാതെ ഉണങ്ങിയിട്ടില്ല. ഇനി അഥവാ നല്ല ഉണങ്ങി കഴിഞ്ഞാല് മൊത്തത്തിൽ കത്തുന്നുള്ളതുകൊണ്ടും ചിലപ്പോ ഇപ്പൊ തന്നെ തീയിട്ടതാവാം. എന്തോ ഇത് നല്ല കത്തിലത്തുണ്ട്. സംഭവം മൈക്രോവേവ് ആണ് ഗൈസ്. നമ്മൾ പോയ സ്ഥലം തന്നെയാണ്. ഇവിടെ നോക്ക് അടിക്ക് അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ ഗൈസ്. അടിക്ക് എങ്ങനെ അഥവാ ചാടി കഴിഞ്ഞാൽ ആള് പടിയാവും. ഇതാണ് ഗൈസ് കിരൺ ബ്രോ. ചെറുക്കൻ 2 ദിവസം മുമ്പ് ഒരു ഹെഡ്ഫോൺ ഓർഡർ ചെയ്തിരുന്നു. അത് കൈ കിട്ടിയ ശേഷം പിന്നെ ഇരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ കിടക്കുമ്പോഴൊക്കെ ആ സാധനം തലയിലുണ്ടാവും. ഇത് നമ്മൾ ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി വെക്കണം. അവിടെ എന്തൊക്കെ കാണാണ്ട് തോന്നുന്നുണ്ട്. അല്ല ഇതൊക്കെ തന്നെ കാണാനുള്ളത്, പക്ഷെ നല്ലൊരു രസമല്ലേ. ഇവിടെ സീനാണ് ഗൈസ്. ഇത് കൂടി ശരിക്കും പോയില്ലെങ്കിൽ പണിയോ. അമ്പോ ഫുള്ള് സീനാട്ടോ.
ഓ പക്ഷെ വ്യൂ ഒന്നും പറയല്ല ഗൈസ്, നല്ല കിട്ടുന്ന വ്യൂസാണ്. അത് നമ്മൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എവിടെ പോയാലും കാടുമലയൊക്കെ തന്നെ കാണാനുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഓരോ കാടുമലയും നല്ല കിഡിലെ ഫ്രെയിംസ് ആവും ഗൈസ്. എവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല കിഡിലെ ഫോട്ടോസ് കിട്ടും. പിന്നെ മാത്രമല്ല അത്രയ്ക്കും കാണാനും ഭംഗിയാണ്. അതാണ് ഞങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിലും ഒരു ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെ നടക്കാൻ ഇറങ്ങും. ചിലപ്പോൾ വന്ന സ്ഥലത്തേക്ക് തന്നെയാവും, പക്ഷേ അത് വേറെ രസമാണ്. ഈ പുല്ലുണ്ടോ, ഈ പുല്ലുകൊണ്ട് നമ്മൾ പണ്ടൊക്കെ ഞാൻ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാൻ ഉപയോഗിച്ച പുല്ലെന്ന് കഴിച്ചു. നമ്മുടെ നാട്ടിൽ ഈ സാധനം കുറേ കിട്ടാണ്ട്. ഞങ്ങൾ രാവിലെ ഇതെടുക്കാൻ വേണ്ടി പോകും, മലയ്ക്ക് പോകും. എന്നിട്ട് ഈ സാധനം കൊണ്ട് വൈകുന്നേരം നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നത് ചെക്കന്മാരെ കൂടിയിട്ട് പുൽക്കൂട് ഉണ്ടാക്കും. അതൊക്കെ ഒരു കാലം. ഇനി അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം ഗൈസ്, സൺസെറ്റ് കാണാന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ സൂര്യൻ ബ്രോ അപ്പുറത്തെ മലേന്റെ പിന്നിൽ പോയി ഒളിച്ചു ഗൈസ്. ഏകദേശം ഇപ്പോ സമയം 6:30. പക്ഷെ അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട്. ഇപ്പോഴാണ് ഗൈസ് നമ്മളെ മൈക്രോവേവ് എത്ര നല്ല ശരിക്കും കാണുന്നത്. എടാ അത് അവിടേക്ക് എത്തിയില്ലടാ, ആ ഭാഗത്തേക്ക് നോക്ക്. സംഭവം നമ്മൾ വിചാരിച്ച പോലെ കേട്ടോ ഗൈസ്. അവിടെ നോക്കിയപ്പോ പുക മാത്രമേ ഉള്ളൂ, പക്ഷെ ഇരുട്ടായപ്പോ ഫുള്ള് കത്തുന്നതും കാണുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് തന്നെ ചെക്കനെ നേരിൽ കയറ്റാം. ഹലോ, താങ്കളുടെ ഔട്ട്ഫിറ്റിന്റെ ആദ്യം ചെരുപ്പ് ഇത് സ്പെഷ്യൽ എഡിഷൻ 10 കോടി. ഇത് ചെരുപ്പ് ഇത് സ്പെഷ്യൽ എഡിഷൻ സ്പെഷ്യൽ അൾട്രാ പോ മാക്സ് 2000 കുപ്പായം 200 രൂപ. ഇത് പിന്നെ അത് തിരുപ്പൂർ കളക്ഷൻ 100 രൂപ ആദായം. ഇത് ലൈറ്റുകളായതുകൊണ്ട് 10 കോടി. ആവശ്യത്തിന് മാത്രമേ ഓടാറുള്ളൂ, അല്ലാതെ ഓടാറില്ല അല്ലേ. പിന്നെ ഇനി നമുക്ക് അപ്പുറത്ത് ഡാമിന്റെ ഭാഗത്തുനിന്ന് പോയേക്കാം ഗൈസ്. കാരണം ആ ഭാഗത്ത് നോക്കി നമുക്ക് ഡാം കാണാൻ തോന്നുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം പോയെന്ന് അപ്പുറത്തുനിന്ന് ഗൈസ് നമുക്ക് ഡാം കാണുന്ന ഒരു ഏരിയ ഉണ്ട്. അമ്മേ അവിടെ പോയേക്കാം. അവിടെ എന്താ അവസ്ഥ അറിയില്ല, പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ വഴി കാണല്ലേ ഗൈസ്. കേട്ടോ പെട്ടുണ്ടാവില്ല ഒട്ടച്ചോനെ. ഒമ്പോ അങ്ങനെ നമ്മൾ അവസാനം എത്തി ഗൈസ്. സംഭവം പ്രശ്നം എന്താ വെച്ചാൽ സംഗതി ഇരുട്ടായതുകൊണ്ട് ഫോണിലൊന്നും കാണില്ല. പക്ഷെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നല്ല കിടിലൻ വ്യൂ. അതുകൊണ്ട് ഇനി വീഡിയോ എടുത്ത് നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കണം. നമുക്ക് വീഡിയോ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്ക്. അപ്പൊ അടുത്ത കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ.